ഹായ് സുഹൃത്തുക്കളെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ഡേ നമ്മളൊന്ന് ഔട്ടിംഗ് ആണ് അല്ലേ? പുഷ്പയുടെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ. കണ്ണാടി ഇന്ന് നമ്മള് പുറത്തൊന്ന് പോയിട്ട് അല്ലേ ചില്ലടിക്കാൻ പുഷ്പ മേക്കപ്പിലാണ്. ജലജ ടീച്ചർ ഭയങ്കര ടെൻഷനിലാണ്. എന്താണ് ടെൻഷന് കാരണം? എന്റെ മുടിക്കുറുക്ക് കാണാനില്ല. മുടി ക്ലിപ്പ് 1.5 മണിക്കൂറായി. ആണോ? വർഷങ്ങൾ എത്ര വർഷമായിട്ട്? ഒരു 5-5.5 വർഷമായിട്ട്. അയ്യോ, നൊസ്റ്റാൾജിക് ആണ് അല്ലേ? നൊസ്റ്റാൾജിക് ആണ്. ഹെയർ ക്ലിപ്പ് കിട്ടാൻ വേണ്ടി നേർച്ച നേരേണ്ടി വരുമോ? ചോദിച്ചോക്കാം. അങ്ങനെ പ്രമാദമായ കാണാതെ പോയ ക്ലിപ്പ് കിട്ടി. എന്ത് തരും? സ്പെഷ്യൽ എന്ത് തരും? ഇതാണ് ഇപ്പൊ പ്രഷ്യസ് ആയ ക്ലിപ്പ്. ഇത് കാണിച്ചു കൊടുക്കും കാണികൾക്ക്. ഇതാണ് പ്രഷ്യസ് വജ്രമാണ്. ഇതിന്റെ മുകളിൽ വജ്രക്കല്ലാണ്, അതുകൊണ്ട് അത്ര തിളക്കം കുറവ്. അങ്ങനെ പുഷ്പ മേക്കപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഔട്ടിങ്ങിനെ കുറിച്ചൊന്നും പറയൂ. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്നത്തെ ഒരു ദിവസം ഇടയ്ക്ക് അങ്ങനെ വേണ്ടേ അല്ലേ? എങ്ങനെ വേണ്ടേ? എന്നും ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പോയോ മതിയോ? നമ്മളിന്ന് വടകര സർക്കാരിലേക്ക് പോകുന്നു. ക്രാഫ്റ്റ് വില്ലേജ്. ഇന്നത്തെ ക്രിസ്മസ് അങ്ങനെ പോട്ടെ ഈ വർഷത്തെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതെ. ഓ, ഒരു ക്ലിപ്പ് കിട്ടിയിട്ട് ഇത്രയും വിജയശ്രീ ലാളിതയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത്. അതെ അതെ. പുഷ്പ ഡ്രൈവറെ വെയിറ്റ് ചെയ്യണം. ഡ്രൈവർ വന്നിട്ടുണ്ടോ? 8:30 മണി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയെന്ന് അറിയാം. കറക്റ്റ് ടൈം. നമ്മൾ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണ് ഡ്രൈവർ. തുറന്നില്ലേ? ഡോർ ഇന്നത്തെ ദിവസം ചില്ലടിക്കാം. ഇതുണ്ടോ? ഇരിങ്ങൽ വില്ലേജിലുള്ളവർക്ക് ചാർജിന് വ്യത്യാസം. ടിക്കറ്റ് കൗണ്ടർ കൊടുത്തു തുടങ്ങിയിട്ടില്ല. തൽക്കാലം ഇവിടെ തിരക്കുകളുണ്ട്. വേറെ ആൾ കൊടുക്കുന്നതാണ്. ആ ഓക്കെ ഓക്കെ. ആളെത്തിക്കില്ല ശരിക്കും. ആ ശരി. ഇപ്പോൾ അകത്ത് കൊടുക്കുകയാണ് അല്ലേ? ആ അല്ല, അതിപ്പോൾ അവിടെ കൗണ്ടറിൽ ആൾ വരാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ കൊടുക്കണതാണ്. വിജയകരമായി ടിക്കറ്റ് എടുക്കൽ പൂർത്തിയായി. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? ഇവിടെ പുതിയ എടുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ? ആ അതെ അതെ അതെ. അവർക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ ഈ പ്രദേശത്ത് ഈ വില്ലേജിലുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും. കുതിര മാത്രമല്ല, അവിടെ 2 ആനയുണ്ട് കേട്ടോ. ഒക്കെ മണ്ണ് കൊണ്ടുള്ളതാണല്ലോ അല്ലേ? മണ്ണിൻ്റെ നിർമ്മാണം. പത്തനാട് KP ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘം, കളരി പൈതൃക ഗ്രാമം. ഇവിടെ കളരി വില്ലേജ്. മെതിയടി ഉണ്ടോ? മെതിയടി ശരിക്കും ഒറിജിനൽ പഴയ തന്നെ തോന്നുന്നുണ്ടല്ലേ? ആ പഴക്കം കണ്ടിട്ട്. ടൈപ്പ് റൈറ്റർ LKJHG പഴയ നാഷണൽ പാനസോണിക് സ്റ്റീരിയോ അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. നാഷണൽ
ഗ്രാമഫോണൊക്കെ പഴയതായി കിട്ടത്. ഒറിജിനൽ ആൻറ്റിക്കാണ്. ഓ, നമ്മുടെ ആ ക്ലോക്ക് പോയത്. രാജകുമാരി. ഉം. വൈക്കോത് ബഷീർ. അതെ അതെ. ഒട്ടകപ്പക്ഷിയുടെ മുട്ട അത് കാണാൻ കണ്ടോളൂ. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് കണ്ടോ. അടുപ്പിനോടെ കാര്യപ്പെട്ടില്ല 18 അടവുകൾ കാണോ. അതെ, ഒരു കൊല്ലത്തെ 18 എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ചാടൽ, ചവിട്ടിപ്പൊങ്ങൽ, അന്വേഷിച്ച് ചെയ്യാം. കിടന്ന് ചാടൽ, പകരി ചാടൽ, കൗൺസിലറാണ്. തിരിഞ്ഞു പറയൽ, ഓതിരം മറിയൽ. അത് നമ്മൾ കേട്ടിട്ടില്ലേ? തീരം ഘടകം. ചെരിഞ്ഞ് മറിയൽ. ഭസ്മത്തട്ട് നമുക്ക് ഒത്തിരി വലിയ അതെ. അല്ലേ? ഇതിന്റെ കുഞ്ഞുണ്ടായിരുന്നില്ലേ വീട്ടിലൊക്കെ? ആ, അല്ല, മർമ്മക്കൈ, മർമ്മക്കൈകൾ. ഒന്നത് ഉണ്ട്. രണ്ടെണ്ണം ഇതിലൂടെ പിടിച്ചിട്ട്. ഇതാണ് മറ്റേ ഒളിമ്പിൻ എന്തോന്ന് അതിൽ. ഇതാണ് മറ്റേ ഓഹോയ് അല്ലേ? ഓഹോയ്. ഇതാണ് പാത്തി അല്ലേ? പാത്തിയിലിത് ഈ പാത്തി കാഞ്ഞിരാണെന്ന് പറഞ്ഞേക്കാം. എണ്ണത്തോണി. കാഞ്ഞിര അയക്കുന്നതെന്ന് പറഞ്ഞു. എന്താ അറിയില്ല. കളരി മർമ്മ ചികിത്സാ താളിയോലകൾ. എത്ര പഴക്കം ചെന്ന സാധനങ്ങളായിരിക്കും അല്ലേ? അല്ലേ? ഇതുണ്ടോ കടാരകളൊക്കെ? ഗൂർഖ കത്തി. ഗൂർഖ കത്തി കാണണേ കണ്ടോളൂ. ചുരിക. ഇതൊക്കെ ഒറിജിനലാണല്ലോ അല്ലേ? അതാണ് എൻ്റെ പ്രത്യേകത. അത്ര തന്നെ ഉള്ളതിനും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ സിനിമയില്? ചെറുപടി. ഇങ്ങനെ ഊരി അതെ അതെ. ഉറുമി ഉണ്ടോ ഇതില്? ഉറുമി കാണാനുണ്ടോ? പടച്ചട്ട നോക്കൂ. പടച്ചട്ടയിലിത് ഇങ്ങനെ തടുക്കണേ അല്ലേ? ഇരുതല മുറിച്ചുള്ള സാധനം ആണോ? ഡബിൾ സൈഡ്. ഇരുതല മൂരിയ. കളരിപ്പയറ്റിലായിരിക്കുമല്ലോ അത്. ഇതാ നമ്മുടെ ഗീത ടീച്ചറുടെ ഇഡ്ഡലി. ഇതൊക്കെ വളരെ ഗണ്ണ് കണ്ടോ? നാടൻ തോക്ക്. നാടൻ തോക്ക്. ഇത് ആനയുടെ തോട്ടിയല്ലേ? ഇത് ആണ് ആണല്ലേ? മുളനാഴി ഉണ്ടോ? മുളനാഴി ഇതാ. പാട്ടില്ലേ? അതെ അതെ. ഇതാണ് പഴയ ഈ തൂക്കത്തിൻ്റെ ഈ ത്രാസ്. വെള്ളിക്കോൽ. നാഴി ഇടങ്ങഴി അല്ലേ? അങ്ങനത്തെ. ആ, ചെറിയ ഈ പണ്ടത്തെ സേട്ടുമാരൊക്കെ ഇങ്ങനെ അല്ലേ? ഒരു ചെറിയൊരു മേശയും വെച്ചിട്ട് നമ്മളൊക്കെ ത്രാസ് തൂക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ. നോട്ടുകൾ. ഇതെന്താ പറയാ? ഇതെന്താ ഇടങ്ങഴി. അതാ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ. 6 ഇടങ്ങഴി. 6 ഇടങ്ങഴി കൊള്ളുന്ന ഇന്ത്യൻ കോയിൻസ് ഒക്കെ ഇപ്പം എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ കിടങ്ങഴിയല്ല, അതിൻ്റെ അടുത്തുണ്ട് കുറേ എണ്ണം. അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. 25 ഒക്കെ പഴയതാ. 10 രൂപ നോട്ടുകൾ. 2 രൂപ. ഇതൊക്കെ ഇപ്പം ഉണ്ടാവും. ഏത്? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പഴയതുണ്ട്. 92, 97. ഇയറും എഴുതിയിട്ടുണ്ട് ഓരോ നോട്ടിൻ്റെ. ഇന്ത്യൻ കറൻസിയാണ് ഇതൊക്കെ അല്ലേ? 5 രൂപകൾ. ഇതൊക്കെ 10 രൂപകളാണ്. ഒഴിവാക്കിയതും ഇല്ലേ? എല്ലാം ഇത് ഇന്ത്യൻ അല്ലല്ലോ. ഇതൊക്കെ പുറമെ കറൻസി ഓഫ് അതർ കൺട്രീസ്. ഇതൊക്കെ നമ്മുടെ അല്ല. എല്ലാം അതർ കൺട്രീസ്. അറേബ്യൻ കറൻസിയാണ് ഇത് കേട്ടോ. അറേബ്യൻ കറൻസി മാത്രം.
ചക്രം, വിശുദ്ധി, അനാഹതം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം. സ്വാധിഷ്ഠാനം ഭരണികൾ അല്ലേ? ഡ്രാഗൺ ഭരണി. കടുമാങ്ങ, ഉപ്പുമാങ്ങ, നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് പഴയകാല ചെമ്പ് പാത്രങ്ങൾ ഉണ്ടോ? കയർ ചുറ്റിയ ഭരണി നോക്കൂ. കൽച്ചട്ടി ഉണ്ടോ? മാങ്ങയും വെള്ളരിക്കും പഴമാങ്ങ പച്ചടിയൊക്കെ ഇതിൽ വെക്കണം. ഇത് നോക്കൂ, മഞ്ചൽ അല്ലേ? മഞ്ചലല്ലേ? മഞ്ചൽ. ഇതൊക്കെ കരി അല്ല കല്ലിൻ്റെ കുഴവയൊക്കെ നോക്കൂ. അതെ, മഞ്ചലല്ല, പല്ലക്ക്. ഇതെന്തായിരുന്നു? ഏട്ടത്തിന്റെ ഒരു എന്താ അങ്ങനെ എന്തൊക്കെ അറിയില്ല. വെയിറ്റിന്റെ അതാണ് പഴയ ഉണ്ണികളൊക്കെ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇത്രയും പഴയ സാധനങ്ങൾ. ചെല്ലപ്പെട്ടി ഇല്ലുണ്ട് കേട്ടോ, നോക്കൂ. ചെല്ലപ്പെട്ടി, പലവിധ ചെല്ലപ്പെട്ടികൾ. ഗോമുഖി പോലെ ഒരു സാധനം. മർമ്മ അടങ്കൽ മുറയിൽ പരിശോധനാ രീതി. കൊളാമ്പി, പഴയ കുട്ടുകുറ്റി നോക്കും. ചിലയുടെ ഓടിൻ്റെ വിത്ത്. കൊളാമ്പി, കിണ്ടിയൊക്കെ ഇപ്പോൾ ഷോ പീസായി അല്ലേ? പഴയ ടിഫിൻ കരിയർ നോക്കൂ, ഉണ്ടല്ലേ? കുറേ തട്ടുള്ള ബ്യൂഗിള്. ബ്യൂഗിള് പഴയ നമ്മുടെ ചിരട്ടിട്ട് കത്തിച്ച് വെക്കുന്ന ഇസ്തിരിപ്പെട്ടി. വാഴയുടെ നാര് കൊണ്ടുള്ള പോപ്പുലർ. ഇതിന് മേലെ ഇരുന്ന് ചവിട്ടിയിട്ട് എരപ്പം എന്ന് പറഞ്ഞ സാധനം എന്താ സംഭവമാവല്ലേ? എന്താണെന്നറിയില്ല. ഇത് ഏത്തക്കൊട്ട, വെള്ളം കോരി നമ്മൾ പറയാറില്ലേ ഏത്തക്കൊട്ട സംസാരിച്ചപ്പോൾ. ഏത്? അതെ ഒറ്റൽ. അതെ, തൊപ്പിക്കുട എന്ന് പറയും നമ്മൾ, തലക്കുട. ഇത് മറ്റേ ഇതല്ലേ, നുകം മീൻകൊട്ട. ഇത് മറ്റേ കാക്കൊടയല്ലേ? കാക്കൊട. ഇടിയൂന്നി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വട്ടി. ഇത് പുതിയതാണ്. ഇതൊക്കെ തെങ്ങോല കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റം. കരി നിലം ചാരം, ദൂർച്ചാരം അതിൻ്റെ അറ്റത്ത് വയ്ക്കണം. അതെ. കഞ്ഞിക്കുരു ഓർക്കുണ്ട്, ചൂടാക്കിയിട്ട് വെച്ച് വെക്കുന്നത്. കഞ്ഞിക്കുരു ചൂടാക്കിയിട്ട് കല്ല്. അല്ല, പുതുപ്പണം, 1000 പുതുപ്പണം എന്നൊക്കെ പറയില്ല. ആ പുതുപ്പണം എന്ന് പറഞ്ഞ സാധനം ഇത് കുന്തങ്ങളല്ലേ? ഇത് അതാ സ്പേസ്. അതാ കുന്തം തന്നെയാണ്. കുന്തം പോയാൽ ഇടിയൂന്നി എന്താണെന്ന് അറിയില്ലായിരുന്നു.
നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതെ 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 അതെ, തൊടാൻ പാടില്ല. ഇതിനകത്ത് മാവ് വെച്ചിട്ട് താഴെ പ്ലേറ്റോ ഇല വെച്ചിട്ട് അങ്ങനെയായിരിക്കും. എൻ്റെ അമ്മേ എന്ത് ചെറിയ ഓട്ടയാന്ന് നോക്കൂ, കണ്ടോ? ഈ മരത്തിനുള്ളിൽ കൂടി അത്രയും ചെറിയ നൂല് വരിക. അതെ അതെ, വില്ലേജിലെ വസ്തുക്കളൊക്കെ കണ്ടു നമ്മൾ. കണ്ടോ നോക്കൂ, ഈ പിന്നെ ബോർഡർ വെച്ചിട്ടുള്ളത് കണ്ടോ, ചൂടി കൊണ്ടാണ് കേട്ടോ. ചൂടി കൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. പഴയ കാത്, നാരായണ ഗുരുവിൻ്റെ ഒരു നല്ലൊരു പ്രതിമ. ജലജ ടീച്ചർ ഫോട്ടോഗ്രാഫിയിലാണ്. കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ലേ? കുട്ടികൾ കാണിച്ചു കൊടുക്കും. ഉറിക്കകത്ത് എന്താ ഉള്ളത്? തൈരുണ്ടോ, വെണ്ണ ഉണ്ടോ? മരം കൊണ്ടുള്ളതാ, മരത്തിലുണ്ടാക്കിയതാണത്. നെട്ടൂർ പെട്ടികൾ, ആഭരണപ്പെട്ടി. ആഭരണം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടി വേണ്ടല്ലോ. ഇവിടെ ഇരിങ്ങൂർ ക്രാഫ്റ്റ് വില്ലേജിൽ വരികയാണെങ്കിൽ ഇപ്പോൾ വരണം അല്ലേ? ഈ സമയത്താണ് വരുന്നത്. ഈ 11-ാം തീയതി വരെ ഉണ്ടല്ലോ ഇവിടെ പ്രോഗ്രാംസ്. ഇവിടെയൊക്കെ വിൽപ്പനയ്ക്കുള്ള ഒരു സ്റ്റാളാണ് ഇന്നത്. മരം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണ്ട്. മസാജ് ചെയ്യണമെങ്കിൽ പാളവിശറി വരെയുണ്ട്. തേങ്ങയിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ലോക്ക്, ഒറിജിനൽ തേങ്ങ. ഉറി എന്ന് പറഞ്ഞ സാധനമല്ലേ? ഉറി കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഉറി. ശ്രീബുദ്ധൻ്റെ വില 7,960 രൂപ. കളുടെ കളക്ഷൻ ഉണ്ട്. മാലകളൊക്കെ ആർക്കെയും വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം. പണ്ട് കാലത്തൊക്കെ അണിയാനായിട്ട് ആഗ്രഹിച്ചിരുന്ന. അതെ അതെ, ഇപ്പം അതിനുള്ള ഭ്രമം പോയി. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണല്ലോ, എല്ലാവരും ഇതുപോലത്തെ ഒറ്റ ചെയിനിട്ട് കഴിഞ്ഞിങ്ങനെ. കമ്മലുകളുണ്ട്, ചട്ടുകങ്ങൾ, ചിരട്ടക്കൈയിൽ അല്ലേ? ചിരട്ടക്കൈയിലൊന്ന് വാങ്ങണമെന്നുണ്ടോ? അതൊക്കെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഈ ചിരട്ട നമ്മൾ വേറെ ഭാഗത്തേക്ക് പോകുന്നത് വളരെ നല്ലതാണ്. നമ്മളൊരു ചട്ടി കറി വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ട കറിയിലേക്ക് ഇടാം. എന്നിട്ട് അത് ഒരുപാട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുമ്പോൾ അതിന് തേയ്മാനം ഉണ്ടെങ്കിൽ അത്രയും ചിരട്ട നമ്മളെ ശരീരത്തിലേക്ക് വന്നു കാണാം. ശരീരത്തിന് വളരെ അങ്ങനെ ഉണ്ടോ? ആരോഗ്യകരമാണ്. അങ്ങനെ ഒരു ഡോക്ടറുടെ ഒരു മെസ്സേജ് കേട്ടു. യുക്തിവാദികൾ കേട്ടാൽ നമ്മളെ ഓടിക്കും. നമ്മൾ ശാസ്ത്രീയമായി മാത്രം ചിന്തിക്കുന്ന ആളുകൾ. തരിക കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിയുള്ള പാത്രം അല്ലേ? ചൂടുള്ള പാത്രമൊക്കെ. പക്ഷെ പഴയ കാലത്തൊക്കെ ഇത് നമ്മൾ ഈ പട്ട കൊണ്ട്, കവുങ്ങിന്റെ പട്ട കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. അതെ അതെ, നമ്മളന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ടല്ലേ? അപ്പോൾ ഇതൊന്ന് സാധനം കാണിക്കാനായതുകൊണ്ട് നമുക്കിത് എന്താണെന്നുള്ളത്. അല്ല, കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ ഇതെന്താന്നുള്ളത്. അതെ അതെ. അതിനെന്താ വില പറഞ്ഞിട്ടുള്ളത്? 90 രൂപ. ടെറാക്കോട്ടയുടെ ഉണ്ട്. ടെറാക്കോട്ട മ്യൂറൽ വർക്കാണ്. ബാംബൂന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചാരി മേളാണോ? പഞ്ചാരി മേളം. പഞ്ചവാദ്യമല്ല, 2 ചെണ്ടയുണ്ട്. അതെ അതെ. പഞ്ചാരിയും തരം മണികളാണ്. നാദസ്വരം.
ഇത് എത്രാം തീയതി വരെ ഉണ്ട്? ജനുവരി 11th വരെ 11th വരെ. എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവല്ലേ? ഇവിടെ ഇന്റർനാഷണൽ ഫ്ലവർ ഷോ ഉണ്ട്, ഹാൻഡ്ലൂം തീം ഏരിയ ഉണ്ട്, ഫുഡ് ഫെസ്റ്റ് ഉണ്ട്, ആ ക്രാഫ്റ്റ് സോൺ, കൾച്ചറൽ ഇവന്റ് സോൺ, പിന്നെ പെഡൽ ആൻഡ് മോട്ടോർ ബോട്ടിംഗ്, അമ്യൂസ്മെന്റ് സോൺ, കളരി എക്സ്പോ. ഓക്കെ ഓക്കെ. താങ്ക് യു. ഇത് ഇവിടുത്തെ ഫ്ലവർ ഷോ ആണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചീര, പല വെറൈറ്റി മല്ലിക, ജമന്തി, ഹൈഡ്രാഞ്ചിയ, സ്വീറ്റ് വില്യംസ്, വെറൈറ്റി ഓഫ് റോസസ്. നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട് അല്ലേ? ഇനിയും ഫ്ലവേഴ്സ് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് വിൽപ്പനയുണ്ട് പറഞ്ഞു ഇതിൻ്റെ ബാക്കിൽ. വെറും പൊട്ടക്കല്ലും പുല്ലും മാത്രം വെച്ച്, മണ്ണ് മാത്രം വെച്ച് സെറ്റ് ചെയ്തതാണ്. രസമാണ് കാണാൻ. മഞ്ഞുണ്ട്, ഡബിൾ കളറും ഉണ്ട്. വയനാട്ടിലൊക്കെ പണ്ട് വയനാട്ടിൽ ഇത് വേലിക്കൽ വരെ അമ്പൽക്കുളം. അമ്മച്ചി തൊണ്ട് തല്ലുണ്ട് അല്ലേ? പുഷ്പ അമ്മച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ വേഷമിട്ട ആളുകളെ ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ ഇപ്പം അങ്ങനത്തെ ആളുകളില്ല. ഇപ്പം എല്ലാം നൈറ്റിട്ട ആൾക്കാരാണ്. നിർത്തരുമോ? കാളവണ്ടി, റാന്തൽ, ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ കാണാൻ പറ്റാത്ത ഒരു വസ്തുവാണ്. ഇതിൻ്റെ മേലെ സാധാരണ അങ്ങനെ ഒരു കിലുക്കെല്ലാം ഉണ്ടാവും. കാള വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടായിരിക്കും. ചെമ്പരത്തിയിലെ വെറൈറ്റി നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? നല്ല കളർ. എന്ത് വലിപ്പമാണ് ചെമ്പരത്തി നോക്കൂ. എതളെല്ലാം നല്ല വലിയ ചെമ്പരത്തി പൂവ്. ഇവിടെ ഒരു ഷേപ്പ് കാണാനില്ലേ? കുടം മറിഞ്ഞ കുടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേരളം ഒഴുകി വരുന്നു. അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കൾ. ഇതൊക്കെ ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ അല്ലേ? ഇപ്പോൾ വേണമെങ്കിൽ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഒരുപാട് തിരക്ക് ഉള്ള ഒരു സ്ഥലമല്ല. ഇനിയിപ്പോൾ ഒരുപാട് തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം സ്ഥലം ഉണ്ട് ഇരിക്കാനുള്ള. ഇപ്പോൾ ഇതിന് ഇവിടുത്തെ മേളയുടെ ഇത് പ്രമാണിച്ചാണ് ഇത്രയും അലങ്കാരങ്ങളും ചെടികളും എല്ലാം. ഫ്ലവർ ഷോ എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ. ഫ്ലവർ ഷോ വിൽപ്പനയും ഉണ്ട്. ഇവിടെ എല്ലാം ഇരിക്കാം നമുക്ക് ഇഷ്ടംപോലെ. നമ്മളൊരു വീടിൻ്റെ പൂമുഖത്തിരിക്കും പോലെ അത്ര രസകരമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്.
ഇനി ഇതിനകത്തൂടെ പോയാൽ കുറേ സ്റ്റാളുകളുണ്ട് നമുക്ക് കാണാൻ, വിൽപ്പനയും